ഹായ് ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല നമ്മുടെ സമയം ഇപ്പോൾ 7 മണി ആകാൻ പോകുന്നു. നമ്മളത് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ മറ്റേ 12 ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്തത് മെയ് 25-നാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിതാ ഇവിടെയും പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആദ്യമായിട്ടാണ് കാണുന്നവർ അതൊന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൽ നിങ്ങൾക്ക് ഇനി കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇതിൽ പറയാം. ഞാൻ അതിൽ നിന്ന് മെയ് 25 മുതൽ 12 എന്നുള്ളൊരു നമ്പർ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അതിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കൂടെ എനിക്ക് ഒരു 8 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കും ഇതിൻ്റെ റിസൾട്ട് അറിയണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോടായിട്ട് പറയുകയാണ്, നിങ്ങളത് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എഴുതുന്നുണ്ടോ? ഞാനത് കൃത്യമായിട്ട് തന്നെ ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതുവരെയും ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് 21 ദിവസത്തിന് അകത്ത്, അതായത് ഇത് തീരുന്നതിന് മുമ്പ് 21ാമത്തെ ദിവസം തന്നെ ഇതെനിക്ക് നടന്നു കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അതിനകത്ത് നടന്നു കിട്ടണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമ്മളൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു അപ്ഡേറ്റ്, ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, വലിയ വീഡിയോയും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എഴുതുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക ഞാനും എഴുതിയിട്ടുണ്ടെന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നടന്നാലും ഇല്ലെങ്കിലും ഞാൻ ഈ 21 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാനൊരു പുതിയ അപ്ഡേറ്റ്, അതായത് അതിൻ്റെ എനിക്ക് എന്താണ് നടന്നോ ഇല്ലയോ എന്നുള്ളൊരു സംഭവങ്ങളെല്ലാം എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എനിക്കത് സാധിച്ചിട്ടില്ല. ഞാൻ വിഷമിക്കുന്നില്ല, കാരണം നമ്മൾ ആ ഒരു 21 ദിവസത്തെ ചലഞ്ച് പോലെയാണല്ലോ. അപ്പോൾ 21 ദിവസം നമുക്കത് കിട്ടും എന്നുള്ളൊരു പ്രാർത്ഥന, ഇത് വളരെ പ്രാർത്ഥനയോടെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേർക്ക് കിട്ടിയെന്ന് പറയുന്നു. എൻ്റെ ഉള്ളിൽ അതൊരു വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഒരുപാട് പേര് നടന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നതിന് തുല്യമായിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പം നമുക്ക് നോക്കാം, എന്തായാലും നടന്നാലും ഇല്ലെങ്കിലും. പക്ഷേ ഇനി നടന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ വിഷമം അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ആഗ്രഹമാണ്, നടക്കണമെന്ന് കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നടന്നാൽ നടക്കട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. നടക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഇത് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അരമണിക്കൂർ അത് മായാതെ 6 മണിക്കും 7 മണിക്കും, രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണിക്കകത്ത് വെച്ച് തന്നെ അരമണിക്കൂർ ഞാൻ മായാതെ അത് സൂക്ഷിക്കുകയും എല്ലാ ദിവസവും ഇന്ന് വരെ ഞാനത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കൂടെ എഴുതി തുടങ്ങിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയുക. ഇനി എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതവർക്കും കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി അതിലെനിക്ക് വേറൊരു കാര്യം പറയാൻ വന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇപ്പം ആദ്യം പറയുന്ന, അതായത് ഓരോരുത്തരും ഓരോ രീതിക്കാണ് ഈ 12 എന്നുള്ളൊരു വീഡിയോ കൊണ്ടുവരുന്നത്. അപ്പോൾ എഴുതിയിട്ട് നടക്കാത്തവരടുത്ത് പറയുന്നത് നിങ്ങൾ എഴുതിയിട്ട് ശരിയായില്ല എന്നാണ്. ഒരിക്കലും എനിക്ക് അതിനോട് വിശ്വാസം എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വിശ്വാസത്തിൽ പുറത്താണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമുക്ക് പറ്റുന്ന തെറ്റുകൾ കൊണ്ടാണോ, അല്ലെ നമ്മൾ അറിയാതെ പറ്റുന്ന തെറ്റുകളൊക്കെ എന്താ പറയുക, അത് നമുക്ക് അറിയാതെ പറ്റുന്ന തെറ്റുകളൊക്കെ എന്താണ് അതിന് കൂട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് വരുത്തുമ്പോഴാണ് അത് തെറ്റായിട്ട് മാറുന്നത്. അറിയാതെ നമുക്കൊരു തെറ്റ്, അത് എഴുതിയതിൽ തെറ്റ് എന്തെങ്കിലും വന്നിട്ട് അത് 12 എന്ന് എഴുതുന്നതിൽ എന്താ തെറ്റ്, അത് ഒരിക്കൽ മാത്രമേ എഴുതാവൂ എന്ന് പറയുന്നു. കുറേ ആൾക്കാർ പറയുന്നു നല്ല കടുപ്പിച്ചിട്ട് തന്നെ എഴുതണം എന്ന് പറയുന്നു. കുറച്ച് പേര് പറയുന്നു അത് ഒരു 12 എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതണം എന്ന് പറയുന്നു. എന്തായാലും ഞാൻ ഒന്നിൽ കൂടുതലൊന്നും എഴുതിയിട്ടില്ല. ഞാൻ ഒരൊറ്റ ഇതിൽ തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത്. ഈ പറഞ്ഞതിലെല്ലാം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എഴുതിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അതിലൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നത് ഇന്ന് വരെ എനിക്ക് 110% ഉറപ്പാണ്. അപ്പം നമുക്ക് നോക്കാം. ജൂൺ 2 ഇന്നിപ്പോൾ ജൂൺ 2 കേട്ടോ. അപ്പം നിങ്ങൾ കണക്കാക്കിക്കൊള്ളുക, ജൂൺ 2 ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഈ വീഡിയോ വരുന്നത് എന്നാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഇടുന്ന മാതിരി ഇരിക്കും ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ജൂൺ 2 അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഒതുക്കുകയാണ്. കാരണം ഞാനിത് ചെയ്യുന്നു എന്നുള്ളത് എന്നെ വിശ്വസിച്ച് കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അറിയണം എന്താണെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും കൂടെ കൂടിക്കോ. താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക, ചേച്ചി ഞങ്ങളും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം, അത് നടന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ പേര് ധന്യ എന്നാണ്. കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കല്ലേ. ടാറ്റാ.